ആണുങ്ങൾ ആരെങ്കിലും നമ്മുടെ അടുത്തോട്ട് മിണ്ടാൻ വരുമ്പോൾ നമ്മൾ തിരിച്ചും മിണ്ടും. അതിപ്പോ മെസ്സേജ് അയച്ചായാലും നേരിട്ടായാലും ഇപ്പൊ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്തോട്ട് എന്തെങ്കിലും സംസാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ നമ്മളും തിരിച്ചു മിണ്ടും. അതിനർത്ഥം ഒരിക്കലും പ്രണയം എന്നൊരു അർത്ഥമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ എത്രയോ പേരെ പ്രണയിക്കണം. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ 7000 സംതിങ് ഫ്രണ്ട്സ് ഉണ്ട്. അതിൽ എത്രയാണ് ഒരു പകുതി പേരാണെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അതിൽ എനിക്ക് കുറച്ച് പേരെയൊക്കെ എനിക്കറിയാം. ഞാൻ 2021 ഇൻസ്റ്റാഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ എനിക്ക് കുറച്ച് പേരെയൊക്കെ അറിയാം. അപ്പൊ അതിലെനിക്ക് ആവശ്യത്തിനധികം ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, അവരൊക്കെ എന്റെ അടുത്ത് മിണ്ടുമ്പോൾ അവർക്ക് ഞാൻ റിപ്ലൈ കൊടുക്കുമ്പോൾ അവരോടൊക്കെ എനിക്ക് പ്രണയം തോന്നുന്നുണ്ട്. എന്താണ് നിങ്ങളോട് മാത്രം എനിക്ക് പ്രണയം തോന്നാനായിട്ട്? അതെന്താണ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നത്? നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും, പക്ഷെ എന്റെ മനസ്സിൽ അതില്ല. ഞാൻ മിണ്ടുന്നു എന്നുള്ള അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും കോമൺ ആയിട്ട് മിണ്ടുന്നു, അതേപോലെ തന്നെ നിങ്ങളോടും മിണ്ടുന്നു. അല്ലാണ്ട് അതിന് നിങ്ങളുടെ മനസ്സിൽ പ്രണയം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളോട് തിരിച്ച് ഞാൻ മിണ്ടിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം പ്രണയം ഉണ്ടെന്നാണോ? ഒരിക്കലും അല്ല. അത് നിങ്ങൾ കോമൺ സെൻസ് കൊണ്ട് മനസ്സിലാക്കാം. ഞാൻ എന്നുള്ള ഒരു വ്യക്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്ട്രോവർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ ഇപ്പൊ ആരോട് പോലും ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഞാൻ മിണ്ടും. എന്തിനു റോട്ടിൽ കൂടെ പോണ ഒരു പിച്ചക്കാരൻ പോലും പോയി കഴിഞ്ഞിട്ട് അയാളുടെ വിശേഷങ്ങളൊക്കെ ഞാൻ ചോദിക്കും. അങ്ങനത്തെ ടൈപ്പ് സാധനമാണ്. എന്റെ അടുത്ത് വന്നുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ ഇഷ്ടം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഇപ്പൊ ഇങ്ങോട്ട് വന്നുകൊണ്ട് എന്റെ അടുത്ത് ഇങ്ങനെ ചിലവരൊക്കെ വന്നുകൊണ്ട് ചിലവരുടെ സങ്കടങ്ങളൊക്കെ പറയും. അമ്മ മരിച്ചു, അതേപോലെ തന്നെ എന്താണ് കല്യാണം നടക്കുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് പെണ്ണ് കിട്ടുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലവര് ഞാൻ അറിയാവുന്ന ആൾക്കാർ ആരെങ്കിലൊക്കെ എന്റെ അടുത്ത് വന്നുകൊണ്ട് ഇങ്ങനെ സങ്കടങ്ങളൊക്കെ പറയും. അപ്പൊ ഞാൻ സമാധാനിപ്പിക്കും. കാരണം നമ്മൾ മനുഷ്യനാണ്. ഒരു മനസാക്ഷി എന്ന് പറഞ്ഞ സാധനം എനിക്കുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യും, അവരോട് സമാധാനിപ്പിക്കും. നിനക്ക് നല്ലൊരു പെണ്ണിനെ കിട്ടും, മറ്റാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ സമാധാനിപ്പിക്കും. ചിലപ്പോ ചില സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെൺപിള്ളേർക്ക് ഇഷ്ടം പോലെ ആൺപിള്ളേരെ കിട്ടും. നമ്മുടെ സങ്കടങ്ങൾ പറയാനായിട്ട് ഇഷ്ടം പോലെ ആൺപിള്ളേരെ കിട്ടും. പക്ഷെ ആൺപിള്ളേർക്ക് അത് കിട്ടണമെന്നുണ്ടാവില്ല. ആൺപിള്ളേർക്ക് സത്യം പറഞ്ഞാൽ റയറാണ് കിട്ടാനായിട്ട്. അതുകൊണ്ട് ആണുങ്ങൾ ആരെങ്കിലും ചിലവര് അറിയാവുന്ന ആൾക്കാർ ആരെങ്കിലും എന്റെ അടുത്തോട്ട് വന്നോണ്ട് ഓരോ സങ്കടങ്ങൾ പറയുമ്പോൾ ഞാൻ അവരെ ആശ്വസിപ്പിക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്റെ ലൈഫിൽ. ഞാൻ ആദ്യമൊക്കെ എന്റെ ഫ്രണ്ട്സൊക്കെ എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങളൊക്കെ എന്റെ അടുത്ത് വന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, അവരുടെ കൂടെ നിന്ന് അവരെ ഞാൻ സപ്പോർട്ട് ചെയ്യും. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുകയൊക്കെ ചെയ്യും. അതേപോലെ തന്നെ ഇപ്പൊ എന്റെ അനിയനായാലും അതെ, എന്റെ അനിയൻ എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ അത് ഞാൻ കേൾക്കും, അവനെ ഞാൻ സമാധാനിപ്പിക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെൺപിള്ളേർക്ക് ഇഷ്ടം പോലെ ആൺപിള്ളേരെ കിട്ടും സംസാരിക്കാനായിട്ട്. അതേസമയം ആൺപിള്ളേർക്ക് അങ്ങനെ കിട്ടില്ല. അപ്പൊ ആ ഒരു മനസാക്ഷി കൊണ്ടാണ് നിങ്ങൾ പറയുമ്പോൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഞാൻ എന്തെങ്കിലും തിരിച്ച് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നത്, നിങ്ങളെ സമാധാനിപ്പിക്കുന്നത്. അതിന്റെ അർത്ഥം ഒരിക്കലും നിങ്ങളോട് ഇഷ്ടമുണ്ടെന്നല്ല. ഇപ്പൊ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ 7000 സംതിങ് ഫ്രണ്ട്സ് ഉണ്ട്. അതിൽ 14 പേരും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ഞാൻ അവർക്ക് ചിലപ്പോൾ എനിക്ക് പറ്റുന്ന സമയത്ത് ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. ആ റിപ്ലൈ കൊടുക്കുന്ന അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അവരോടൊക്കെ എനിക്ക് പ്രണയം തോന്നുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഇത്രയും നാൾ പഠിച്ച് ഒരേ സമയത്ത് ഒരേ ക്ലാസ്സിൽ ചെല്ലുമ്പോഴും ഒരേ സ്ഥലത്ത് ചെല്ലുമ്പോഴായാലും പഠിക്കണോടത്ത് ഒരേ സ്ഥലത്ത് ചെല്ലുമ്പോഴായാലും അവിടെ ഇഷ്ടം പോലെ ആൺപിള്ളേരുണ്ട്. ഇപ്പൊ ഞാനെന്ന് വെച്ചാൽ എക്സ്ട്രോവർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്റെ അടുത്ത് ആരും ഇങ്ങോട്ട് വന്ന് മിണ്ടിയാലും ഞാൻ അങ്ങോട്ട് വെച്ച് ഒന്ന് മിണ്ടും. എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ മിണ്ടും. നേരിട്ട് കണ്ട് മിണ്ടി കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് മിണ്ടും. മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്ന സമയത്ത് ഞാൻ റിപ്ലൈ കൊടുക്കാറുള്ളൂ. പിന്നെ അറിയാവുന്ന ആൾക്കാർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കും. അപ്പൊ എനിക്ക് അവരോടൊക്കെ പ്രണയം തോന്നണ്ടേ? എന്തുകൊണ്ട് നിങ്ങളോട് മാത്രം പ്രണയം തോന്നുന്നു? നിങ്ങൾ മാത്രം അങ്ങോട്ട് മനസ്സിൽ നമ്മൾ കുറിച്ചിട്ടാൽ മതിയാ? എന്തൊരു പൊട്ടത്തരമാണ് അത്. നിങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇൻട്രോവർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് അങ്ങനെ തോന്നുന്നതാണ്. പക്ഷെ ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എക്സ്ട്രോവർട്ട് ആയിട്ടുള്ള വ്യക്തിയാണ്. എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഫ്രണ്ട്സും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യും, അവരോട് മിണ്ടുന്ന പോലെ തന്നെ നിങ്ങളോട് മിണ്ടുന്നു. അത് അത്രേ ഉള്ളൂ. അതിപ്പോ ഗേൾസിനോടായാലും ബോയ്സിനോടായാലും ഞാൻ മിണ്ടുന്ന പോലെ തന്നെയാണ്. എനിക്ക് ഗേൾസും ബോയ്സും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ അവരോട് മിണ്ടുന്ന പോലെ തന്നെയാണ് ഞാൻ നിങ്ങളോട് മിണ്ടുന്നത്. അല്ലാണ്ട് നിങ്ങളോട് മാത്രം പ്രത്യേകിച്ച് മാത്രം ഒരു ഇഷ്ടം തോന്നാൻ എന്താണിത്? ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ദേഷ്യമാണ് എനിക്ക് വരുന്നത്. ചിലവരോടൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ശേഷം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാണക്കേടില്ല. ഞാൻ എന്റെ മാന്യമായ രീതിയിൽ പറയും. അത് കഴിഞ്ഞിട്ട് ഇത്തിരി ദേഷ്യപ്പെട്ട് പറയും. പിന്നെ ശൂർപ്പണയായിട്ട് ഞാൻ പറയും. എന്നിട്ടും സഹി ഇട്ട് കഴിയുമ്പോൾ ഇവർക്ക് ഒരു ഇതുമില്ല, വിലയില്ലാണ്ടായി കഴിയുമ്പോൾ പിന്നെ ഞാനൊന്നും ചെയ്യൂല. പിന്നെ ഞാൻ എന്റെ വീട്ടുകാരെ ഏൽപ്പിക്കും. വീട്ടുകാരെ വെച്ച് വീട്ടുകാരുടെ വയന്ന് നല്ല തങ്ങട് കേട്ട് കഴിയുമ്പോൾ ഇവന്മാര് മൂട്ടിലെ പൊടിയും തട്ടിക്കൊണ്ട് എഴുന്നേറ്റ് പോകും. അങ്ങനത്തെ ടൈപ്പ് സാധനങ്ങൾ. നിങ്ങൾക്ക് കോമൺ സെൻസ് എന്ന് പറഞ്ഞ സാധനമില്ല. ഒരു പെണ്ണിന്റെ അടുത്ത് മിണ്ടി എന്ന് പറഞ്ഞിട്ട് ആ പെണ്ണ് തിരിച്ചു മിണ്ടുന്നു. അതിന്റെ അർത്ഥം അവർക്ക് നിങ്ങളോട് അഗാധമായ പ്രണയം, അതൊന്നും ഒരു സാധനവും ഇല്ല. അത് നിങ്ങൾ മനസ്സിലാക്കാം. എത്ര പറഞ്ഞാലും ഞാൻ ചില വീഡിയോസ് ഒക്കെ നിങ്ങളെ കുത്തി 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 കുത്താൻ വേണ്ടിയാണ് ഞാൻ ചില വീഡിയോസ് ഇടുന്നത്. എന്നിട്ട് പോലും ആ വീഡിയോസ് കണ്ടിട്ടാണെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കരുത് എന്നുള്ള അർത്ഥം. എന്നിട്ട് പോലും 4 മെസ്സേജ് അയക്കാനായിട്ട് പോലെ വട്ടുണ്ടാകും. എന്നൊക്കെ പറഞ്ഞ സത്യം പറഞ്ഞ ഒരു അസുഖം, മാനസികമായിട്ടുള്ള ഒരു വൈകല്യമാണ് സത്യം പറഞ്ഞിരിക്കുന്നത്. എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല. എന്റെ ഒപ്പം PSC ക്ക് പഠിച്ചൊരു ചേട്ടനായിരുന്നു. ആ ചേട്ടൻ എന്ത് ചെയ്യും, ഞങ്ങളിങ്ങനെ ചേട്ടന് നന്നായിട്ട് ഇംഗ്ലീഷ് ഒക്കെ അറിയാം. അപ്പൊ ആ ചേട്ടൻ എന്ത് ചെയ്യും, ഞങ്ങൾ പഠിപ്പിച്ചു തരുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്ത് പെട്ടെന്ന് കൊറോണ വന്ന് പിന്നെ PSC ക്ലാസ് ഒന്നും ഉണ്ടായില്ല. അപ്പൊ പുള്ളി എന്ത് ചെയ്ത് എവിടെന്നോ തപ്പിപ്പിടിച്ച് എന്റെ നമ്പർ എടുത്തിട്ട് പുള്ളി എനിക്ക് മെസ്സേജ് അയച്ചു. കാരണം ഞങ്ങളുടെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അപ്പൊ ഗ്രൂപ്പിൽ ഉള്ളതുകൊണ്ട് പുള്ളി എന്ത് ചെയ്ത് മെസ്സേജ് അയച്ചു. മെസ്സേജ് അയച്ചു കഴിഞ്ഞിട്ട് ആദ്യമൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തു. പിന്നെ പുള്ളി എന്നെ എപ്പോഴും ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക. എപ്പോഴും മെസ്സേജ് അയച്ചിട്ട് പുള്ളി ഡിലീറ്റ് ചെയ്യുക. അപ്പൊ അങ്ങനെ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ഓർത്ത് എന്താണെന്ന് ഓർത്താ ചേട്ടനോട് ചോദിച്ചു. പിന്നെ എനിക്ക് പുള്ളി ദിവസവും ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെടണ്ടായിരുന്നു. എന്താ സംഭവം എനിക്ക് ഒരു പുള്ളി എന്നെ ഇറിറ്റേഷൻ ചെയ്യുന്ന ലെവലിൽ പോലെ എനിക്ക് തോന്നി. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പുള്ളിനെ ഞാൻ ബ്ലോക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ പുള്ളി കോള് വിളിച്ചു. ആ പഠിക്കുന്ന കാര്യങ്ങളെ കുറിച്ചുകൊണ്ട് ചോദിക്കാനായിട്ട്. ഇവന്മാരെന്തെങ്കിലും പഠിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ ഒരു ടൈപ്പ് സാധനങ്ങൾ വന്നിട്ടാ പഠിക്കുന്ന കാര്യങ്ങളെ കുറിച്ചുകൊണ്ട് നമ്മളെ അടുത്ത് ചോദിക്കാം.
അങ്ങനെ ഒരു ടൈപ്പ് സാധനങ്ങൾ. അപ്പൊ എന്ത് ചെയ്തും അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക് പഠിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ എടുത്ത് ചോദിക്കണേന്ന് ഓർത്ത് നമ്മൾ റിപ്ലൈ കൊടുക്കും. പക്ഷെ ഇവരുടെ മനസ്സിൽ എന്താണെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ ഓൾറെഡി എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് എന്ത് ചെയ്തു, ഞാൻ എന്ത് ചെയ്ത് ഈ പുള്ളി എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്ത് പുള്ളിനെ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. പിന്നെ ഞാൻ പുള്ളിയോട് ഞാൻ പറഞ്ഞു, ചേട്ടൻ എനിക്ക് മെസ്സേജ് അയക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ലാണ്ട് മെസ്സേജ് അയക്കാൻ നിൽക്കേണ്ട, പഠിക്കാൻ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മാത്രം ചേട്ടൻ മെസ്സേജ് അയച്ചാൽ മതി പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്ത് പുള്ളിയുടെ അടുത്ത് മാന്യമായ രീതിയിൽ പറഞ്ഞുകൊണ്ട് ഞാൻ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി പഠിക്കുന്ന കാര്യങ്ങളൊക്കെ എന്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ച് വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, അതിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കും, പഠിക്കുന്ന കാര്യമല്ലേ എന്ന് ഓർത്തിട്ട്. അത് കഴിഞ്ഞിട്ട് കുറെ ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അറിയുന്നു, കുറെ നാൾ കഴിഞ്ഞിട്ട് ഞാൻ അറിയുന്നു പുള്ളി മരിച്ചു എന്ന്. പുള്ളിക്ക് എന്താണ് സൈലന്റ് അറ്റാക്ക് ആയിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് സങ്കടം വന്നു. കാരണം എന്ന് വെച്ചാൽ കൊറോണ ടൈമിന് കുറെ പേര് ഇങ്ങനെ മരിക്കാനുണ്ടായാലും പുള്ളിക്ക് നിസ്സാര വയസ്സേ ഉണ്ടായുള്ളൂ. അപ്പൊ എനിക്ക് അങ്ങോട്ട് ഭയങ്കരമായിട്ട് എനിക്ക് സങ്കടം വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, ദൈവമേ, ആ ചേട്ടൻ ചിലപ്പോൾ എന്റെ അടുത്തോട്ട് സംസാരിക്കാൻ വന്നത് ഒറ്റപ്പെട്ട് ഇരുന്ന് കഴിഞ്ഞപ്പോ ആരും ഇല്ല എന്നുള്ള ഒരു തരത്തിൽ വന്നു കഴിഞ്ഞപ്പോ പുള്ളി ചിലപ്പോൾ എന്റെ അടുത്തോട്ട് സംസാരിക്കാൻ വന്നതായിരിക്കും. പുള്ളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ രണ്ടാം മക്കളാണെന്ന് തോന്നുന്നു. ഒരെണ്ണം പുള്ളി മാത്രമേ വീട്ടിലുള്ളൂ. പിന്നെ അച്ഛൻ മരിച്ചു, പുള്ളിയുടെ അച്ഛൻ മരിച്ചു. അച്ഛൻ മരിച്ചു കഴിയുമ്പോൾ പുള്ളിക്ക് എന്തോ ഭയങ്കര ബുദ്ധിമുട്ടായി എന്നൊക്കെ എന്റെ അടുത്ത് പറയണ്ടായിരുന്നു. അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ആകെ ഇതായി പോയി പുള്ളി. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മ മാത്രമേ ഉള്ളൂ, പുള്ളി ക്രിസ്ത്യാനിയാണ്. അപ്പൊ പുള്ളി എന്റെ അടുത്തോട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ റിപ്ലൈ ഒക്കെ കൊടുത്തു. എന്റെ അടുത്ത് ആരെങ്കിലും എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്തെങ്കിലും സങ്കടങ്ങൾ വോയിസ് പറയാൻ വരുമ്പോൾ ഞാൻ അതൊക്കെ ശരിക്കും കേട്ടിരുന്ന അവർക്ക് ഞാൻ എന്ത് ചെയ്യും, അവരെ ആശ്വസിപ്പിക്കുകയൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. പിന്നെ ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എന്റെ ലൈഫിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ എന്തിനാണ് മറ്റുള്ളവരെ ഇങ്ങനെ ആശ്വസിപ്പിക്കാൻ നിൽക്കുന്നത്, കാരണം എനിക്ക് ഒരു നല്ലൊരു ഇതില്ലല്ലോ എന്ന് പുറത്ത് അങ്ങനെ എനിക്ക് സങ്കടം വന്നൊരു സമയം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ആരെന്ത് പറഞ്ഞാലും ഞാൻ വലിയ മൈൻഡൊന്നും വയ്ക്കാറുണ്ടായില്ലായിരുന്നു. അപ്പോ ഞാൻ എന്ത് ചെയ്തു, ആ ചേട്ടന്റെയും ഇങ്ങനെ ആ ചേട്ടൻ പറഞ്ഞപ്പോ അതിനപ്പോ റിപ്ലൈ കൊടുത്തു. പക്ഷെ ആ ചേട്ടൻ എനിക്കൊരു ഇറിറ്റേഷൻ ആയിട്ട് തോന്നി. ആ ചേട്ടൻ എന്തെങ്കിലും കാണിക്കട്ടെ എന്നുള്ള തരത്തിൽ ഞാൻ എന്ത് ചെയ്തു, ആ പുള്ളിനെ ആശ്വസിപ്പിക്കാനോ ഇതിനൊന്നും ഞാൻ ചെന്നില്ല. പുള്ളിനെ ഞാൻ എന്ത് ചെയ്തു, മിണ്ടാതെ ആ ഒരു ലെവലിൽ നിന്നു. അതെനിക്ക് പെട്ടെന്ന് സങ്കടം വന്നുപോയി. എന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് സങ്കടം വന്നത്. അപ്പൊ ആ ചേട്ടൻ എന്ത് ചെയ്തു, ഇങ്ങനെ പെട്ടെന്ന് മരിച്ചു എന്നുള്ള ഒരു ഇത് ഞാൻ അറിഞ്ഞു. അറിഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്കങ്ങോട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി പോയി. ഞാൻ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ആകെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഷോക്കായി പോയി സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതും സൈലന്റ് അറ്റാക്ക് ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു, ആ ചേട്ടൻ എന്റെ അടുത്തോട്ട് സംസാരിക്കാൻ വന്നത്. അപ്പൊ ഇതാണല്ലേ, പുള്ളിക്ക് സംസാരിക്കാൻ ഒരാളില്ല എന്നുള്ള ഒരു അവസ്ഥ വന്നു കഴിഞ്ഞിട്ടുള്ള പുള്ളി എന്റെ അടുത്തോട്ട് സംസാരിച്ചത്. അപ്പോ ഞാൻ അതിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോശമായിട്ട് പുള്ളി എന്നെ ഭയങ്കരമായിട്ട് ശല്യം ചെയ്യുന്ന ലെവൽ പോലെ എനിക്ക് തോന്നി. പക്ഷെ പുള്ളി അവിടെ എന്നെ പഠിപ്പിക്കുന്ന സമയത്തൊക്കെ പുള്ളി എന്റെ അടുത്ത് നല്ല രീതിയിൽ സംസാരിച്ചിട്ടുള്ളൂ, നല്ല റെസ്പെക്റ്റോടുകൂടി തന്നെ സംസാരിച്ചിട്ടുള്ളൂ. പക്ഷെ മെസ്സേജ് അയച്ചു വന്നതും കോൾ വിളിച്ചു വന്നതും പുള്ളിക്ക് അപ്പൊ എന്റെ അടുത്ത് പുള്ളി അപ്പൊ ആ സമയത്തൊക്കെ പറഞ്ഞു, എനിക്ക് ആകെ ഒരു ഇതാവണം, ഭയങ്കര ബുദ്ധിമുട്ടെന്നൊക്കെ എന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടൻ നന്നായിട്ട് പഠിക്കുക, വേറെ ഒന്നും നോക്കണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെയാണ് ഞാൻ അന്ന് പറഞ്ഞിട്ട്. പിന്നെ പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ എനിക്ക് എന്തോ ഞാൻ എവിടെയോ തളർന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ദൈവം എന്നെ കണ്ടില്ല, പിന്നെ എന്തിനാണ് ഞാൻ മറ്റുള്ളവരെ കാണുന്നതെന്നുള്ളൊരു ഇത്, ആ ഒരു ചിന്താഗതിയൊക്കെ വന്നു. അതുകൊണ്ടായിരിക്കാം. എന്നിട്ട് ആ ചേട്ടൻ ഇങ്ങനെ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം എന്ന് വെച്ചാൽ ഭയങ്കര സങ്കടമായിട്ട് ഞാൻ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷം ചിലപ്പോ ആ പുള്ളി എന്റെ അടുത്തോട്ട് മെസ്സേജ് അയച്ചു വന്നത് ഒരു ആശ്വാസവാക്കിന് വേണ്ടിയായിരിക്കും എന്റെ അടുത്തോട്ട് മെസ്സേജ് അയച്ചുകൊണ്ട് വന്നത്. ഞാനൊന്ന് ആശ്വസിപ്പിക്കാനോ അല്ലെങ്കിൽ കൂടെ ഒരാളുണ്ടെന്നോ അല്ലെങ്കിൽ എനിക്കറിയില്ല ഈ ഇത് എന്താ ഇങ്ങനെ വന്നേന്ന്, സൈലന്റ് അറ്റാക്ക് ഒക്കെ എങ്ങനെ വന്നേന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു, സൈലന്റ് അറ്റാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ സംസാരിക്കാനില്ലാണ്ട് ഡിപ്രഷനൊക്കെ അടിച്ച് അങ്ങനെ വരുന്ന ഒരു സംഭവമാണോ എന്താണെന്നൊന്നും എനിക്ക് അറിയത്തൊന്നുമില്ല. ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ കുറച്ച് പേരോടൊക്കെ മെസ്സേജ് ചോദിച്ചു, ഞാൻ കാരണമാണ് ആ പുള്ളി എന്റെ അടുത്ത് സംസാരിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാനൊരു ഒരു ഫ്രണ്ടായിട്ട്, നല്ലൊരു ഫ്രണ്ടായിട്ടോ അല്ലെങ്കിൽ ഒരു സിസ്റ്റർ ആയിട്ടോ കൂടെ നിൽക്കാത്തതിന്റെ ഒരു അവസ്ഥ കൊണ്ടാണോ എന്ന് ഭയങ്കര സങ്കടം എന്ന് വെച്ചാൽ ഭയങ്കര സങ്കടമായി, അങ്ങേറ്റത്തോളം എന്ന് വെച്ചാൽ അങ്ങേറ്റത്തോളായി. എന്നിട്ട് ലാസ്റ്റ് എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്നെ സമാധാനിപ്പിച്ചു, ഇല്ല അങ്ങനെയല്ല, അത് ആ പുള്ളിയുടെ ഇതാണ്. അപ്പൊ എനിക്ക് എന്നാലും ഒരു കുറ്റബോധം തോന്നിപ്പോയി. കാരണം ആ പുള്ളി മെസ്സേജ് അയച്ച് വന്നത് ചിലപ്പോ ആരുമില്ലാത്ത ഒരു വ്യക്തി എന്ന് വെച്ചാൽ കൊറോണ ടൈമിനൊക്കെ ഒക്കെ ഡിപ്രഷൻ അടിച്ചിരിക്കണതായിരിക്കൂല. പക്ഷെ ഞങ്ങൾ കൊറോണ ടൈമിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ, ഡിപ്രഷൻ ഒന്നും ഉണ്ടായില്ല. ഞങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ടൈം ഭയങ്കര എന്ന് വെച്ചാൽ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു കൊറോണ ടൈമിന്. അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തൊന്നും ഇറങ്ങാൻ പറ്റൂല. ഞങ്ങള് മൊത്തം ഇവിടെ പറമ്പൊക്കെ ക്ലീൻ ചെയ്യാ, ഓടിച്ചാടി കിടക്കുക. പിന്നെ എന്ന് വെച്ചാൽ ആ സമയത്ത് ഭയങ്കര ചൂടൊക്കെ ആയിരുന്നല്ലോ, മഴക്കാലം അല്ലായിരുന്നല്ലോ. അത് ചൂടായതുകൊണ്ട് ഫുൾ പറമ്പിൽ ഇവിടെ എന്ന് വെച്ചാൽ മൊത്തം പറമ്പാണ്, പറമ്പിലൊക്കെ ഓടിച്ചാടി കളിക്കാം. അതൊക്കെ തന്നെയായിരുന്നു. അവിടെ ചെന്ന് പറമ്പിൽ ചെന്നിരുന്നുണ്ട് വർത്താനം പറയാ, അവിടെ പോയി എൻജോയ് ചെയ്യാ, കാറ്റ് കൊള്ളാം, ഇതൊക്കെ തന്നെയായിരുന്നു ഫുള്ളായിട്ട്. ഞങ്ങൾ ഭയങ്കര എൻജോയ്മെന്റ് ആയിരുന്നു. അപ്പൊ ആ ഒരു ടൈമിന് കുറെ പേർക്കൊക്കെ എന്തോ ഇങ്ങനെ ഇതൊക്കെ ഒക്കെ സൈലന്റ് അറ്റാക്കും അതും ഇതൊക്കെ ആയിരുന്നല്ലോ ചിലപ്പോൾ. അതുകൊണ്ടാണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് ആ ഒരു ഇതുകൊണ്ടാണ് ഇപ്പോഴും എന്റെ അടുത്തോട്ട് ഇപ്പോഴും ആരെങ്കിലും എന്തെങ്കിലും ഒരു സങ്കടം പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ഞാൻ എന്ത് ചെയ്ത്, എനിക്കും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും എല്ലാം ഉണ്ട്, എന്നിട്ട് പോലും ഞാൻ എന്ത് ചെയ്യും, ആരെങ്കിലും എന്തെങ്കിലും സങ്കടം എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നത്, സമാധാനിപ്പിക്കുന്നത്. അതിന്റെ അർത്ഥം നിങ്ങളോട് എനിക്ക് പ്രണയം ഉണ്ടെന്ന് ഒരിക്കലും അർത്ഥമില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും, പക്ഷെ എനിക്ക് ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല. അതിപ്പോ എത്രയായാലും ഞാൻ മരിച്ചാൽ പോലും എനിക്ക് ഉണ്ടാവാൻ പോകുന്നില്ല.